ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ബോട്ടിലാർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് സീരീസിനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബോട്ടിലാർട്ട് ചെയ്യുന്നത് മോനാണ് കേട്ടോ. മോൻ സ്കൂളിലേക്ക് വേണ്ടി ചെയ്തൊരു ക്രാഫ്റ്റാണ് ഇത്. അപ്പോൾ എന്താണെന്ന് നോക്കാം കേട്ടോ. ആദ്യം തന്നെ ബോട്ടിലിൽ പെയിൻറ്റ് കൊടുക്കുകയാണ്. ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പെയിൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ലൈറ്റ് ബ്ലൂ ആണ് കൊടുത്തത്, പക്ഷേ ഇത് കുറച്ചുകൂടെ ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ വേണ്ടിയിരുന്നത്. അപ്പോൾ ആൾക്ക് മിക്സിങ് അറിയാത്തതുകൊണ്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് പിന്നെ മനസ്സിലായത്. അതിനുശേഷം ഒരു സ്പോഞ്ച് എടുത്തിട്ട് ഒരു ഫോഗി എഫക്റ്റ് പോലെ തോന്നാൻ വേണ്ടിയിട്ട് സ്പഞ്ച് കൊണ്ട് ഇങ്ങനെ സ്പഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടെ ഡാർക്ക് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡാർക്ക് കളർ മിക്സ് ചെയ്തിട്ട് സ്പഞ്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതാ ഇതുപോലത്തെ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടും. അപ്പോൾ ഇതേപോലെ ചെയ്തതിന് ശേഷം ഇതിനെ ഒന്ന് ഉണങ്ങാൻ വേണ്ടി വിടുക, അല്ലെങ്കിൽ ഉണങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മുടെ ഒരു പഴയ ടൂത്ത് ബ്രഷ് എടുത്തിട്ട് അതിൽ കുറച്ച് വൈറ്റ് പെയിൻറ്റ് ഇട്ടതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു സ്നോ വീണ് എടുക്കുന്ന പോലത്തെ ഒരു എഫക്റ്റ് ഉണ്ടാവും. അതിനുശേഷം അതിൽ കുറച്ച് ഡോട്ടുകൾ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് സ്റ്റാർസിൻ്റെ ഒക്കെ ഒരു എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് ചെറിയൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് വൈറ്റ് ഇട്ട് കൊടുത്തു, ഡോട്ടുകൾ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇനി ചെയ്യാൻ പോകുന്നത്, അപ്പോൾ കുറച്ച് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഈ ഡോട്ടുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് എത്രത്തോളം വേണമെന്നൊക്കെ നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ ഒരു മൂൺ വരച്ചു കൊടുക്കുകയാണ്. മുകളിലായിട്ട് ക്രസൻറ്റ് മൂണാണ് വരച്ചു കൊടുക്കുന്നത്. അതായത് മൂണിൻ്റെ ഫുള്ളില്ല, ഹാഫ് പോലെ വരുന്ന വിധത്തിൽ ഒരു ക്രസൻറ്റ് മൂണ് ഇതേപോലെ വരച്ചു കൊടുക്കുക. പെയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒരു ഇത് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിനെ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഒരു ഹാഫ് മൂണാക്കിയിട്ട് ആക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇത് നന്നായി ഉണക്കാൻ വെക്കുക കേട്ടോ. ഇപ്പോൾ ഇത് നമ്മുടെ ബോട്ടിലായിട്ട് ചെയ്തത് അത്രയും ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ചെയ്തെടുത്ത് ഉണക്കി വെച്ചിട്ടുള്ളത്. ഇനിയാണ് ഇതിൻ്റെ ബാക്കിയുള്ള വർക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ബാക്കി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളുടെ ഫിംഗറിൽ കുറച്ച് പെയിൻറ്റ് എടുത്തിട്ട് ഇതേപോലെ സർക്കിൾ വരച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഒരു സ്നോമാൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു സ്നോമാൻ്റെ ഷേപ്പാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഫിംഗറിൽ എടുത്തിട്ട് ആദ്യം തന്നെ ഒരു വലിയൊരു സ്നോമാന് വേണ്ടിയിട്ട് താഴത്തെ ഭാഗം വലുതാണല്ലോ, അതുപോലെ ഒരു വലിയൊരു ബോൾ പോലെ ഒരു സർക്കിൾ പോലെ വരച്ചു കൊടുക്കുകയാണ്. ഫിംഗർ കൊണ്ട് വരച്ചാൽ മതി, നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്യും. കുട്ടികളൊക്കെ ആകുമ്പോൾ കൈ കൊണ്ട് വരയ്ക്കുന്നതാണല്ലോ കുറച്ചുകൂടി ഈസി ആയിട്ടുണ്ടാവുക. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ചെറിയ സർക്കിൾ, സ്നോമാൻ്റെ തലയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ സർക്കിൾ അതേപോലെ വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് വരയ്ക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇതുപോലത്തെ സർക്കിളൊക്കെ പെയിൻറ്റ് ബ്രഷിനേക്കാളും കുറച്ചുകൂടി ഈസി ആയിട്ട്. ഇനി ഇതിൻ്റെ കഴുത്ത് ഭാഗത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണ്. നിങ്ങൾ ഈ ഫെവി ബോണ്ട് അപ്ലൈ ചെയ്യേണ്ട കേട്ടോ. നോർമൽ ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ നമ്മുടെ വൈറ്റ് ഗ്ലൂവോ അപ്ലൈ ചെയ്താൽ മതി. എന്നിട്ടൊരു ടൈ പോലെ വെച്ച് കൊടുത്തു. അതിനുശേഷം കണ്ണിന് വേണ്ടിയിട്ട് 2 ബട്ടൺ യൂസ് ചെയ്തിട്ട് കണ്ണ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് തന്നെയാണ് അതും വെച്ച് കൊടുക്കുന്നത് കേട്ടോ, 2 കണ്ണുകൾ. അപ്പോൾ കണ്ണിന് ഇതില്ലെങ്കിൽ പെയിൻറ്റ് യൂസ് ചെയ്താലും മതി. അതിനുശേഷം ഒരു പേപ്പർ കോൺ പോലെ ആക്കിയിട്ട് ഒരു സ്നോമാൻ്റെ മൂക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് നമുക്ക് ഇവിടെ ഇങ്ങനെ ബട്ടൺ പോലെ നമ്മൾ വെക്കില്ലേ, അതുപോലെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒരു 3 സീക്വൻസ് ആണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവർക്ക് സീക്വൻസ് ഒക്കെയാണ്, ആർട്ട് മെറ്റീരിയൽ ഉണ്ട്, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ളത് എന്താണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഈ താഴെ വരുന്ന ഈ ഭാഗത്ത് കുറച്ച് സ്നോ എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് താഴെ നമ്മൾ കുറച്ച് വൈറ്റ് പെയിൻറ്റ് കൊടുത്തു. അതിനുശേഷം കൈ ഉണ്ടല്ലോ, ഒരു കമ്പ് വെച്ച പോലെ വരാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് കൈ ഇതേപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2 സൈഡിൽ നമ്മൾ കൈ ഇതേപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇത് സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രാഫ്റ്റ് ആയതുകൊണ്ട് അവരുടെ ബുക്കിലുള്ള ക്രാഫ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഇതിനൊരു ക്യാപ്പ് വരച്ചു കൊടുക്കുകയാണ്. ക്യാപ്പിന് വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് ആദ്യം ഒരു റെക്റ്റാങ്കിൾ പീസ് വരച്ചു, പിന്നെ അതിൻ്റെ മുകളിൽ നീളത്തിൽ ഒരു റെക്റ്റാങ്കിൾ പീസ് വരച്ചു. അങ്ങനെയാണ് ക്യാപ്പ് നമ്മൾ വരച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നല്ല ഭംഗിയിൽ ക്യാപ്പ് വരച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ ഒരു പേപ്പർ പീസ് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഏകദേശം ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇത് ലാസ്റ്റ് ഒരു ഭംഗിയില്ല, അപ്പോൾ ഈ ഡോട്ടുകൾ മാറ്റിയിട്ട് ഒരു സ്റ്റാർ പോലെ വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. ക്രോസ് ഇട്ടിട്ട് അങ്ങനെ ഒരു സ്റ്റാർ പോലെ തോന്നി. അപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ആയപ്പോൾ അത്ര വലിയ ഭംഗിയൊന്നുമില്ല. നമ്മൾ വലിയൊരു ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും. പിന്നെ ബോയ്സ് ആണല്ലോ, ബോയ്സ് ആകുമ്പോഴത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവർ ക്രാഫ്റ്റ് തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോയ്ക്ക് ഒരു ഐഡിയ കിട്ടിയില്ല, ഒരു ഐഡിയ എന്ന് മാത്രം ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ അതിട്ട്. അപ്പോൾ മോനപ്പോൾ ഈ വീഡിയോ ഇടണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കൂടിയാണ് ഞാനിപ്പോൾ അത് ഇട്ടുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിനേക്കാളും നന്നായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരും വരേക്കും. ബൈ ബൈ, ലവ് യു ഓൾ.